ജപ്പാനിലെ ടൊയോട്ട വളർന്നതും ലോകമാകെ പടർന്നതും രണ്ടാം ലോക മഹായുദ്ധാനന്തരം ആ രാജ്യത്തെ പുനർനിർമ്മിക്കാൻ ഒപ്പം നിന്നതിന് സർക്കാർ നൽകിയ പോളിസി സപ്പോർട്ടിലും സംരക്ഷണയിലുമാണ്. അമേരിക്കൻ സർക്കാരിന്റെ ഇൻസെന്റീവും പ്രൊജക്ട് സപ്പോർട്ടിലും പോളിസി ഇളവുകളിലുമാണ് ഇലോൺ മസ്കിന്റെ ടെസ്ലയും ബോയിങ്ങും ഇന്റലും ആമസോണും ആപ്പിളും എല്ലാം വളർന്ന് ലോകമാകെ പിടിമുറുക്കിയത്. ലോജിസ്റ്റിക്സിലും ഇ കൊമേഴ്സിലും ഫിൻടെക്കിലും ലോകത്തെ കീഴടക്കണമെന്ന ചൈനയുടെ മോഹമാണ് ആലിബാബയിലൂടെ ജാക്മ നേടിയത്. ചൈനീസ് സർക്കാരിന്റെ പിന്തുണയിലും പ്രോത്സാഹനത്തിലുമാണ് ആലിബാബയ്ക്ക് അത് സാധ്യമായതും. കാരണം ഒരു രാജ്യത്തിനും നിർദ്ദേശങ്ങൾ പറയുന്നവരെയും അഭിപ്രായിസ്റ്റുകളെയും ആവശ്യമില്ല. എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയുന്നവരെ മതി. വിമർശിക്കുന്നവർ ഒരു കോണിലിരുന്ന് വിമർശിക്കും, ബിൽഡ് ചെയ്യുന്നവർ അത് തുടരും. പരാജയപ്പെടാൻ മനസ്സില്ലാത്ത ഭരണകൂടം പദ്ധതികൾ പ്രാവർത്തികമാക്കുന്നവരെ ഒപ്പം നിർത്തും. അതാണ് അദാനിയുടെ വളർച്ചയുടെ രഹസ്യവും. രാഷ്ട്രീയ സങ്കുചിതത്വവും മറ്റ് താൽപ്പര്യങ്ങളും മനസ്സിൽ കൊണ്ടു നടക്കുന്നവർ അദാനിക്കെതിരെ കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും. അവർക്കതേ അറിയുള്ളൂ എന്നതുകൊണ്ട് മാത്രമല്ല, പല കാരണങ്ങളാൽ അയാൾ നമുക്ക് വഴങ്ങുന്നില്ല എന്ന ദേഷ്യത്തിലുമാണ്. ലോകമാകെ പറന്നു നടന്ന് സംരംഭം ചെയ്യുന്നവർക്ക് ഈ സംഘടിത ആരോപണം ശ്രദ്ധിക്കാൻ എവിടെ സമയം? അവർ പിറന്നത് തന്നെ ചില ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണല്ലോ. ലക്ഷ്യത്തിന്റെ പാതി വഴി പോലും എത്തിയിട്ടില്ല. അതിനാൽ അദാനി ഇനിയും വളരും. ഇനി വേറെ അദാനിമാരും അംബാനിമാരും ടാറ്റയും ലുലുവും RP ഗ്രൂപ്പും ഒക്കെ ഇന്ത്യയിൽ വളർന്നു വരും. കാരണം ആ വലിയ ലക്ഷ്യം നമുക്ക് പിടിക്കാമെന്ന് ഇന്ത്യ പറയുമ്പോൾ ആ പിടിക്കാമെന്ന് പറയാൻ ചങ്കൂറ്റമുള്ള, സ്വയം തെളിയിച്ച നിർഭയരായ സംരംഭകരെ ഇന്ത്യക്ക് ആവശ്യമുള്ള സമയമാണ്. പേടിത്തൊണ്ടന്മാരുടെ വാക്കുകേട്ട് ഭയന്ന് മാറാത്ത നല്ല ഉശിരുള്ള സംരംഭകരെ.